പറയുന്ന രാജ്യം എന്റെ കാലിന്റെ കീഴിൽ നിയന്ത്രിച്ചുകൊണ്ട് ഞാനാണ് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ പുഴകൾ ഒഴുകുന്നത് എന്റെ കൽപ്പനയ്ക്ക് അനുസൃതമായി കൊണ്ടാണ്. ഇവിടുത്തെ ജനങ്ങൾ ചലിക്കേണ്ടത് ഞാൻ പറയുന്ന പ്രകാരമാണ്. ഞാനാണ് ഇവിടുത്തെ ദൈവം. നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെയാണ്. അന റബ്ബുകുമുൽ ആലാ, ഞാനല്ലയോ മേലായ റബ്ബ്, ഞാനാണ് മേലായ റബ്ബ്, ഞാനാണ് വലിയ റബ്ബ് എന്ന് സ്വമേധയാ വാദിച്ചുകൊണ്ട് ധിക്കാരിയും അഹങ്കാരിയുമായ ഫിറഔൻ പടച്ചവനെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമുദായത്തിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരിക. ആ സമുദായത്തിലേക്ക് മൂസാ നബി കടന്നു വരികയാണ്. തന്റെ സമുദായത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഫറോവയുടെ ഭരണകൂടത്തെ തകർത്തടിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ മന്ത്രങ്ങളുമായി കടന്നു വരുമ്പോ, ഇസ്ലാമിന്റെ പൊന്നൊളി വെളിച്ചവുമായി കടന്നു വരുമ്പോ, അവിടേക്ക് ഫിറഔനും സംഘവും എത്തിയിട്ട് മൂസാ നബിയെയും സംഘത്തെയും വധിക്കാൻ വേണ്ടി പ്ലാനിങ് ഇടുകയാണ്. എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്. ഫിറഔൻ അഹങ്കരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും യുദ്ധങ്ങൾക്കും ശേഷം, അവസാനം തർക്കങ്ങൾക്കും ശേഷം ഫിറഔനും സംഘവും കൂടി മൂസാ നബിയെ വധിക്കാൻ വേണ്ടി വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും കൂടി അതാ ഓടുകയാണ്. അവർ രണ്ട് സംഘങ്ങളും കൂടി ഓടിയിട്ട് നൈൽ നദിയുടെ തീരത്തേക്ക് എത്തി. സംഭവം ഞാൻ ചുരുക്കുകയാണ്. ഇത്രത്തോളം വിശാലമായ സംഭവങ്ങൾ പറയാൻ ഒരുപാട് സമയങ്ങൾ വേണ്ടി എടുക്കുമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കട്ടെ. അങ്ങനെ മൂസാ നബിയും ഫിറഔനും കൂടി നൈൽ നദിയുടെ ചാരത്തേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗോത്രമതാ പറയുകയാണ്, ഏ മൂസാ ചതിക്കപ്പെട്ടുപോയി മൂസാ, നീ നമ്മളെയും കൂടി കുടുക്കിയല്ലോ മൂസാ. അല്ലാഹുവേ പടച്ചവനെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും തളരാത്ത ഹൃദയത്തോടുകൂടി, ഈമാനോടുകൂടി, ആർജവത്തോടുകൂടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്താണ്? ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, നിശ്ചയമായും അല്ലാഹു എന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ടെന്ന് വളരെ യഖീനോടുകൂടി, ഉറപ്പോടുകൂടി വാദിച്ച അല്ലാഹുവിന്റെ പുണ്യ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, ഏ മൂസാ, നീ നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടാ നദിയിലേക്ക് അടിക്കുക. നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടാ നദിയിലേക്ക് അടിക്കുക മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടിക്കേണ്ട താമസം 12 വഴികളായിക്കൊണ്ട് നദിയതാ പിളരുകയാണ്. അതിൽ കൂടി ഫിറഔനും കൂട്ടരും സഞ്ചരിക്കുകയാണ്. മൂസാ നബിയും കൂട്ടരും സഞ്ചരിക്കുകയാണ്. മൂസാ നബിയുടെ പിറകെ പാഞ്ഞു വന്ന ഫിറഔനും കൂട്ടരും നദിയുടെ നടുവിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ സംഘവും മറുകരയിൽ നോക്കി നിൽക്കവേ അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത്, അല്ലാഹുവിന്റെ അപാരമായ ശക്തി, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ആ നദിയതാ പൂർണ്ണരൂപം പ്രാപിക്കുകയാണ്. വെള്ളം കൊണ്ട് മൂടുകയാണ്. അഹങ്കാരികളും ധിക്കാരികളുമായ ഒരു സമൂഹം മുഴുവനും നൈൽ നദിയിൽ മുങ്ങി നശിക്കുകയാണ്. ആ മുങ്ങി നശിക്കുന്നതിൽ പോലും ഫിറഔൻ വിളിക്കുകയാണ്, യാ മൂസാ, നിന്റെ റബ്ബിനോട് പറ മൂസാ, ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു മൂസാ. എന്നിട്ട് ഫിറഔൻ വിളിച്ചു, അല്ലാഹ്, മൂസായുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എന്ന് പറയുമ്പോ അവന്റെ ചാൻസ് അവിടെ തീർന്നു കഴിഞ്ഞു. അവന്റെ തൊണ്ടക്കുള്ളിൽ അസ്രായേൽ വന്നാൽ